ഈ കോവിഡ് കാലത്ത് കോടാനുകോടി സമ്പാദിച്ച് ബാങ്കിലിട്ടിരുന്ന ശതകോടീശ്വരന്മാർ 28 ദിവസത്തെ ക്വാറന്റൈൻ കാലത്ത് ഭാര്യയും മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയി. വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് പേടിച്ചരണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് കഴിഞ്ഞ സമയത്ത് അവരുടെ ബന്ധുക്കളല്ല, ഭാര്യയല്ല, കുട്ടികളല്ല, ഏതോ പാവപ്പെട്ട തൊഴിലാളി സമൂഹ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി മതിലിന്റെ മുകളിൽ വെച്ചു കൊടുത്തു, മരുന്ന് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ലോകത്തെവിടെയും കേരളത്തിൽ നടന്നതുപോലെ മനുഷ്യനെ സ്നേഹിച്ച ഒരു മഹാമാരിക്കാലം ഉണ്ടായിട്ടില്ല. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടി നടന്നലഞ്ഞ് പണിയില്ലാതെ തീവണ്ടിപ്പാളത്തിൽ ചതഞ്ഞരഞ്ഞ് ചിതറിപ്പോയ മനുഷ്യരെ നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടു. കേരളത്തിൽ ഒരാളും പട്ടിണി കിടന്ന് മരിച്ചില്ല. ഏത് കോടീശ്വരനും പൈസ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പാവപ്പെട്ട തൊഴിലാളി കൊണ്ടുവന്ന് കൊടുത്താലേ ജീവിതമാർഗമുള്ളൂ. തൊഴിലാളിയാണ് എൻ്റെ ദൈവം എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ടായി. അന്ന് നമ്മൾ അതിജീവിച്ചത് ഒരു ഗവൺമെന്റ് ഇവിടെ ബലവത്തായി ഉണ്ടായതുകൊണ്ടാണ്. യാതൊരു സംശയവും വേണ്ട. ഓരോ ഇടതുപക്ഷക്കാരനും നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടുകൂടി പറയാം, കേരളത്തിൽ കോവിഡ് കാലത്ത് കേരള ഗവൺമെന്റ് പ്രവർത്തിച്ചതുപോലെ, ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തിച്ചതുപോലെ ഒരു രാജ്യത്തും ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടില്ല. അത് സത്യമാണ്. അത് വെറുതെ ഗവൺമെന്റിനെ ഭംഗിയാക്കാൻ വേണ്ടി പറയുന്നതല്ല. എല്ലാ വീട്ടിലും ഭക്ഷണം എത്തി, ആരും പട്ടിണി കിടന്നില്ല. 108 ആംബുലൻസിൽ രോഗം ഇവിടെ ഉണ്ട് എന്ന് കേട്ടാൽ ആ നിമിഷം വന്ന് ആളുകൾ കൊണ്ടുപോയി. എത്ര ആരോഗ്യ പ്രവർത്തകർ മരിച്ചു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓരോ ദിവസം ന്യൂസ് കാണുമ്പോൾ 90 ആരോഗ്യ പ്രവർത്തകർ, 100 ആരോഗ്യ പ്രവർത്തകർ, 200 ആരോഗ്യ പ്രവർത്തകർ മരിച്ചു. എന്തിനാ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ മരിച്ചത്? അവർക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നില്ലേ? നമ്മളെ പോലെ മുഖം മൂടിയിട്ട്. മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളാണ് കോവിഡ് കാലത്ത് മരിച്ച ഓരോ ആരോഗ്യ പ്രവർത്തകനും. അത് കേരളത്തിന്റെ പാരമ്പര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പോരാടി മരിച്ചവരുടെ വലിയ പാരമ്പര്യം കയ്യൂർ സമരത്തിൽ, മുനയൻകുന്ന് സമരത്തിൽ, പുന്നപ്രയിൽ, വയലാറിൽ, മേനാശ്ശേരിയിൽ, ഒളതലയിൽ, പൊന്നാനിയിൽ, അന്തിക്കാട്ട് എവിടെയൊക്കെ പാവപ്പെട്ട മനുഷ്യർ സംഘടിച്ച് സമരം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ സ്വന്തം ചോരയിൽ, അവസാനത്തെ തുള്ളി ചോരയിൽ പിടഞ്ഞൊടുങ്ങുന്നതിന് മുമ്പ് സഖാക്കളെ മുന്നോട്ട് എന്ന് എഴുതി വെച്ച അനേകായിരം രക്തസാക്ഷികളുടെ ചോരയിലാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് നുണയന്മാർ എന്ത് പെരുന്നുണ പ്രചരിപ്പിച്ച് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അത് തകരുകയില്ല എന്ന് പറയാനുള്ള ധീരതയും അഭിമാനവും ഓരോ ഇടതുപക്ഷ സഖാവിനും ഉണ്ടാവലാണ് ഇനി ആവശ്യമായ കാര്യം. മറ്റുള്ളവർ പത്രക്കാരൊക്കെ പറയും, മീഡിയ പറയും, എല്ലാം പർവ്വതീകരിച്ച് ഇടതുപക്ഷത്തെ തകർത്ത് കിട്ടിയിട്ട് വേണം കേരളത്തിൽ ഈ പറയുന്ന എല്ലാ ചെകുത്താന്മാർക്കും സ്ഥാനം ഉറപ്പിക്കാൻ.